ഹലോ, എല്ലാവർക്കും ഗാർഡനിങ് വ്ലോഗിലോട്ട് സ്വാഗതം. കഴിഞ്ഞ ജെറിബറ വീഡിയോ ഞാൻ ചെയ്തപ്പോൾ ഒരുപാട് പേര് അത് കണ്ടിരുന്നു. അവരെല്ലാവരും എന്നോട് സംശയമായിട്ട് പൂക്കൾ ഉണ്ടാവാനായിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവർക്ക് റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ വൈകിയത്, ക്ഷമിക്കണം. അപ്പോൾ ഞാൻ റിപ്ലൈ ചെയ്തിരുന്നു പൂവുണ്ടാവാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ആ ഒരു വീഡിയോ ആണിത്. ഇതുപോലെ നല്ല നല്ല പൂക്കൾ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ട്രിക്സാണ് കേട്ടോ. നമ്മളുടെ പല ഗാർഡനേഴ്സും അല്ലെങ്കിൽ നഴ്സറീസിലും നമ്മൾ പൂക്കൾ ഒരുപാട് കണ്ടുവരാറുണ്ട്. പക്ഷേ അവരാരും നമുക്ക് പറഞ്ഞു തരാത്ത ഒരു ട്രിക്കാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇതൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ സഹകരണവും ആവശ്യമാണ്. അപ്പോൾ ഇതുപോലെ നല്ല നല്ല ഫ്ലവറിങ് തരുന്ന ഫ്ലവർ ചെയ്യുന്ന ഒരു ചെടിയാണ് ജെറിബറ. നമ്മൾ ഒരുപാട് ആവശ്യങ്ങൾക്കായിട്ട് ഈ ഒരു ഫ്ലവർ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നല്ല മനോഹരമായ പൂക്കളാണ് തരുന്നത്. പല കളറിൽ ഇത് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്ന വളം? അപ്പോൾ ആ ഒരു ട്രിക്ക് ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരാം. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. നഴ്സറിയിൽ നിന്നോ അല്ലെങ്കിൽ വളം ഡിപ്പോയിലൊക്കെ ഇത് വാങ്ങാൻ ഈസിയായിട്ട് വാങ്ങാൻ കിട്ടും. അതൊന്ന് വാങ്ങി അത് വേണ്ട രീതിയിൽ അതിൽ പ്രയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ റിസൾട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ റിസൾട്ട് കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, എന്നെ അറിയിക്കുകയും വേണം കേട്ടോ. വളരെ സന്തോഷത്തോടെ നല്ല രീതിയിൽ പൂക്കൾ കിട്ടുന്ന, നമുക്ക് കാണുമ്പോൾ തന്നെ കണ്ണിനൊരു കുളിർമയാണ് ഇങ്ങനത്തെ പൂക്കളൊക്കെ. എത്ര നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഇങ്ങനത്തെ പൂക്കളൊക്കെ നമ്മൾ വീട്ടിൽ നടുമ്പോൾ പലരും ഇത് ചെടി ചീഞ്ഞു പോയി, അല്ലെങ്കിൽ പൂക്കൾ എനിക്ക് വരുന്നില്ല, 2 ദിവസം പൂക്കൾ നിന്നു, പിന്നെ അത് വാടിപ്പോയി എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള ട്രിക്ക് ഇതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വളം വാങ്ങിയത് ഓൺലൈനിൽ നിന്നാണ്. അതുപോലെ തന്നെ ഇത് നഴ്സറിയിൽ നിന്നും നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ, വളം ഡിപ്പോയിലോ. അപ്പോൾ ഇതാണ് DAP അല്ലെങ്കിൽ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് എന്ന് പറയും. നഴ്സറിയിലൊക്കെ നമ്മൾ ധാരാളം പൂക്കൾ കാണാറുണ്ട്. അപ്പോൾ നഴ്സറിക്കാർ ചെയ്യുന്ന ഒരു ട്രിക്കാണ് കേട്ടോ ഈ ഒരു DAP. ഇതൊരു ഫെർട്ടിലൈസറാണ്. ഇത് എങ്ങനെയാണ് ചെടിയിൽ ഇട്ട് കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇത്രയും ചട്ടികൾ ഇവിടെയുണ്ട്. ഇതിലൊക്കെ നിറച്ച് പൂക്കളുണ്ട്. ഇനി പൂക്കളുള്ള ചെടികളിൽ നമ്മൾ DAP ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം പൂക്കൾ ഉണ്ടാകുന്നില്ല എങ്കിലാണ് നമ്മൾ DAP ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചട്ടി ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ പൂക്കളൊന്നും വന്നിട്ടില്ല. കൂടുതൽ ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ചെടിയായതുകൊണ്ടാണ് ഈ ഇല കണ്ടില്ലേ, ഈ ഇല മാറ്റിയിട്ട് ഒരു 15 ദിവസത്തിൽ ഒരിക്കൽ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. മണ്ണ് നന്നായിട്ട് ഇളക്കി ഒരു സൈഡിൽ ഇതുപോലെ ഇളക്കിയതിന് ശേഷം കുറച്ച് DAP, വളരെ കുറച്ച് മതിയാവും, ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മണ്ണതുപോലെ കവർ ചെയ്തിടണം. അപ്പം നമ്മൾ ഈ ഒരു DAP നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ നന കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 15 ദിവസം കൂടുമ്പോൾ നമ്മൾ ഈ ഒരു വളം നമ്മൾ ഇതിൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ഇതുപോലെ നല്ല ഹെൽത്തി പൂക്കളുണ്ടായി നിൽക്കുകയുള്ളൂ. ഈ പൂക്കളൊക്കെ ഒരുപാട് ദിവസം ഇതുപോലെ തന്നെ നിൽക്കും. ഈ ഒരു റെഡ് പൂ കണ്ടില്ലേ, ഈ ഒരു പൂവ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലിട്ട പൂവാണ്. ഈ പൂ ഇതുപോലെ തന്നെ നിൽക്കുന്നത് കണ്ടില്ലേ, വാടാതെ നല്ല രീതിയിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് പൂക്കൾ ഉണ്ടാവാനായിട്ടുള്ള ഏറ്റവും നല്ല ഒരു ടിപ്സാണ് ഈ ഒരു DAP. ഇനി DAP എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ബ്ലാക്ക് കളറിൽ ഗ്രാനുൾസ് ആയിട്ടുള്ള DAP ആണ് നമ്മൾ കൂടുതലായിട്ട് എടുക്കേണ്ടത്. കാരണം ഇതാണ് കുറച്ചുകൂടെ ഫാസ്റ്റ് റിസൾട്ട് തരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് കളർ ഗ്രാനുൾസ് എടുക്കാൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത്
ചെടിയുടെ ചോട്ടിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് വളരെ സ്ലോലി മാത്രം അബ്സോർവായി ചെടിക്ക് ആവശ്യമായ ഈ ഒരു ഹോർമോൺ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊരു പൂക്കളുണ്ടാകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ഗ്രോത്ത് ഗ്രാനുവലാണ്. അപ്പോൾ ഇത് DAP എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഓൺലൈനിലും അവൈലബിൾ ആണ്, അതല്ല നമുക്ക് നഴ്സറികളിലും വാങ്ങാൻ കിട്ടുന്നതാണ്. ഇതിപ്പോൾ ഇതിൽ കിടക്കുന്ന ഗ്രാനുവൽസ് കണ്ടില്ലേ, ഞാൻ ഈ DAP ഇട്ട് കൊടുത്തിട്ട് ഒരു 2 ആഴ്ചത്തോളം ആയിട്ടുണ്ടാവും. അത് പതുക്കെ പതുക്കെ ഒബ്സർവ് ആയിട്ട് മണ്ണിലോട്ട് ഇറങ്ങുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ പതുക്കെ ഒബ്സർവ് ആവുന്ന DAP ആണ് ഏറ്റവും ചെടികൾക്ക് അനുയോജ്യമായിട്ടുള്ള ഫെർട്ടിലൈസർ. ഇനി DAP മാത്രമല്ല പൂവുണ്ടാകാനായിട്ടുള്ള ടിപ്സിൽ ഇതിൻ്റെ ഇലകൾ കണ്ടില്ലേ, ഇതിൻ്റെ ഇലകളുടെ ഈ ഒരു ചോട്ടിൽ നിന്ന് പൂമൊട്ടുകൾ നമുക്ക് വളരെ വിസിബിൾ ആണ്. ഈ പൂമൊട്ടുകൾ നല്ല രീതിയിൽ പൊങ്ങി വരാനായിട്ട് ഇതുപോലെ താഴെ നിൽക്കുന്ന ഇലകൾ നമ്മൾ അത് റിമൂവ് ചെയ്ത് കൊടുക്കണം. അതെങ്ങനെ റിമൂവ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി താഴേക്ക് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിന് ശേഷം അത് ഇങ്ങനെ ഇളക്കിയെടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഇളക്കി എടുക്കണം. എങ്കിൽ മാത്രമേ ഈ പൂമൊട്ട് മേലോട്ട് പൊങ്ങി വന്ന് അവിടെ പുതിയ ഇലകളും പൂക്കളും വരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഈ ഒരു തണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അല്ലാതെ പകുതി ഇങ്ങനെ വെച്ച് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ബാക്കി നിൽക്കുന്ന ഈ ഒരു ഭാഗം അവിടെ ഇരുന്ന് ചീഞ്ഞ് ചെടി നശിച്ചു പോകാനായിട്ട് കാരണമാവും. ഓക്കെ, അതുപോലെ തന്നെ ഇലകൾ റിമൂവ് ചെയ്താൽ മാത്രം പോരാ, ഇലകളെല്ലാം ശ്രദ്ധിക്കുക. വാടി നിൽക്കുന്നതോ അല്ലെങ്കിൽ പകുതി ഉണങ്ങി നിൽക്കുന്നതായിട്ടുള്ള ഇലകൾ ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ അത് കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ പൂക്കൾ നല്ല നീളത്തിൽ വരും. ചിലപ്പോൾ നീളം കുറഞ്ഞിട്ട് ഈ ഒരു സൈസിലൊക്കെ ആയിരിക്കും വരുന്നത്. ഹെൽത്തി പ്ലാന്റ്സിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ പൂക്കളുടെ ആ ഒരു വളർച്ച. അപ്പോൾ ഈ പൂക്കൾ ഇതിൽ നിന്ന് വാടി കഴിഞ്ഞാൽ അതിൻ്റെ തണ്ടിന് ഒരു ഉണക്കൽ ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ ഇതുപോലെ ഈ പൂ ഇവിടെ നിന്നും അതിൻ്റെ റൂട്ടിൽ നിന്നും കട്ട് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ അവിടെ പുതിയ മൊട്ടുകൾ വന്നിട്ട് പുതിയ പുതിയ പൂക്കൾ നമുക്ക് ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഇലകളും, അതായത് നമ്മളൊരു ക്ലിയറൻസ് ആണ് ചെയ്യുന്നത്. ഇതിന് പുതിയ പൂക്കൾ വരാൻ വേണ്ടിയിട്ടുള്ള, അതിൻ്റെ ബഡ്സ് വരാൻ വേണ്ടിയിട്ടുള്ള ക്ലിയറൻസ് ആണ്. അതിൻ്റെ റൂട്ട് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. അതിനാണ്. അല്ലാതെ ചുമ്മാ നനച്ചു കൊടുത്ത് ഈ ചെടി വളരെ ചട്ടി നിറയെ ഇലകളാക്കിയിട്ട് യാതൊരു പ്രയോജനവുമില്ല. നമുക്ക് പൂ കിട്ടില്ല എന്ന് മാത്രമല്ല, ഈ ചെടി പാടെ നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ജെർബറ മേടിക്കുന്ന എല്ലാ ആൾക്കാരും, അതായത് ജെർബറ ഇഷ്ടപ്പെടുന്ന എല്ലാ ജെർബറ സ്നേഹികളും ഇതുപോലെ വളരെ ശ്രദ്ധയോടെ ഈ ഒരു ചെടിയെ കെയർ ചെയ്താൽ നമുക്ക് നിത്യവും നല്ല നല്ല പൂക്കൾ തരും. എല്ലാ കളറിലും പൂക്കൾ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ ആ ഒരു ട്രിക്ക്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവാം, ഞാനിവിടെ കമ്പ് വെച്ച് ഈ ഒരു പൂവിനൊരു താങ്ങ് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. ഈ ഹെൽത്തി പ്ലാന്റ് ആയപ്പോൾ ഇതിന്റെ പൂക്കളുടെ ആ ഒരു തണ്ടിന് നല്ല ലെങ്ത്തും നല്ല കട്ടിയും നല്ല കനവുമുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് ഒടിഞ്ഞു വീഴാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഇതിനൊരു താങ്ങ് ഞാൻ മരക്കഷ്ണം കൊണ്ട് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ചുള്ളിക്കമ്പോ എന്തെങ്കിലും കൊണ്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കാം, വളരെ സോഫ്റ്റ് ആയിട്ട് മാത്രം. ഹെൽത്തി പ്ലാന്റ്സ് നമ്മൾ റീപോർട്ട് ചെയ്ത് നല്ല വളങ്ങൾ കൊടുത്ത് ഇതുപോലുള്ള ഫെർട്ടിലൈസർ നമ്മൾ കൊടുത്ത് നല്ല പൂക്കൾ ഉണ്ടാകുമ്പോൾ ആദ്യത്തെ പൂ എപ്പോഴും ചെറിയ പൂക്കളായിരിക്കും. അപ്പോൾ ആൾക്കാർ നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഞാൻ നട്ട ചെടിക്ക് മാത്രം ഇങ്ങനെ ചെറിയ പൂക്കൾ വരുന്നു, നമ്മൾ നഴ്സറിയിൽ കണ്ടപ്പോൾ അവിടെ വലിയ പൂക്കളായിരുന്നല്ലോ എന്ന്. പക്ഷേ നമ്മൾ വളങ്ങൾ കൊടുത്ത് അതിനെ നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊണ്ടുവരുമ്പോൾ മാത്രമാണ് അത് നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ടും മാറുന്നത്. ഈ ഓറഞ്ച് കളർ ചട്ടിയിലിരിക്കുന്ന ജെർബറയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ റീപോർട്ട് ചെയ്ത് കാണിച്ചു തന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു പ്ലാന്റ് നിൽക്കുന്നതും ഈ ഒരു പ്ലാന്റ് നിൽക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. ഇത് നമ്മൾ റീപോർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് അത് പിടിച്ചു വരാൻ കുറച്ച് താമസമാണ്. പക്ഷേ വിഷമിച്ചിട്ട് കാര്യമില്ല, നമ്മൾ നന്നായി കെയർ ചെയ്താൽ മാത്രമേ അത് നല്ല രീതിയിൽ ആ ഇലകൾ തളർന്ന് വീഴാതെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇതിലൊക്കെ പുതിയ പുതിയ
ബഡ്സ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, കണ്ടോ. അതുപോലെ തന്നെ ഈ ഒരു ചെടിയിലും ബഡ്സ് ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു തണ്ട്, ഇലയുടെ തണ്ട് നിന്നിട്ട് അതിനൊരു ചീയലുണ്ട്. അപ്പോൾ ഈ ഒരു ചീയൽ കൊണ്ടിട്ടാണ് അത് ഈ ഒരു ബഡ്സിനെ ബാധിച്ച് ആ ബഡ്സ് കേടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബഡ്സ് നമ്മൾ റിമൂവ് ചെയ്ത് കൊടുക്കാം. പുതിയ പുതിയ ഇലകൾ വരാനും അതിൽ നിന്ന് പൂമൊട്ടുകൾ വരാനും ഇതുപോലെ ക്ലിയർ ചെയ്ത് കൊടുക്കണം. ചീഞ്ഞ ഭാഗങ്ങളുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ട അനിവാര്യം. ഇനി DAP നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ് സാഫ് അല്ലെങ്കിൽ ആന്റി ഫംഗൽ ഫംഗിസൈഡ് കേട്ടോ. DAP നമ്മൾ കഴിഞ്ഞ ചെടികൾക്ക് ഇട്ട് കൊടുത്ത് കാണിച്ചു. അതുപോലെ തന്നെ വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ് സാഫ്. അപ്പം ഞാൻ സാഫ് കലക്കിയ വെള്ളം ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഇതിന് ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ ഇതിൻ്റെ വേരുകളിലോ ഇതിൻ്റെ കിഴങ്ങിലോ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാഫ് കലക്കിയ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ നല്ല വെയിൽ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. നമ്മൾ ഷെയ്ഡിലും ഇത് നല്ല രീതിയിൽ പിടിക്കും. ദിവസവും ഒരു നേരം നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക. ഇലകളിൽ അധികം വെള്ളം തട്ടാതെ ചുവട്ടിൽ മാത്രം വെള്ളം കൊടുക്കുക. ഇനി നമ്മൾ ഷെയ്ഡിൽ വെക്കുന്ന സമയത്ത് ഇതിൽ തൊട്ട് നോക്കുക. നല്ല രീതിയിൽ ഈർപ്പമുണ്ടെങ്കിൽ 2 ദിവസത്തിലൊരിക്കൽ മാത്രം നനച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അല്ല എങ്കിൽ നല്ല വെയിലുള്ള സമയത്താണ് നനച്ചു കൊടുക്കുന്നതെങ്കിൽ അതിന് ആവശ്യമായ വെള്ളമാണ് നമ്മൾ ഒരു സമയം കൊടുക്കുന്നത്. അപ്പോൾ ഈ ചെടി ചീഞ്ഞു പോകാതെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും. മറിച്ച് മഴ സമയങ്ങളിലാണ് നമ്മൾ നനച്ചു കൊടുക്കുന്നതെങ്കിൽ മണ്ണിൻ്റെ ഈർപ്പം നമ്മൾ വിരല് മണ്ണിലേക്ക് ഇറക്കി നോക്കിയതിന് ശേഷം മാത്രം, അതിന് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ജെർബറ ചെടിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ, അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ, ഇനി നിങ്ങൾ നട്ട ചെടിയിൽ അതുപോലെ പൂക്കൾ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ നട്ട ചെടി ചീഞ്ഞു പോകുന്നു, എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ഞാൻ അതിനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു DAP ഓൺലൈനിൽ നിന്നോ അല്ലെങ്കിൽ നഴ്സറിയിൽ നിന്നോ വാങ്ങി അതൊന്ന് ചെടിയിൽ ഒന്ന് ഇട്ട് നോക്കി പരീക്ഷിച്ച് നോക്കൂ. പൂക്കൾ ഉണ്ടായാൽ എന്നെ തീർച്ചയായിട്ടും അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസുമായി ഇനിയും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.